മദ്ഹബിന്റെ എഡിറ്ററായി നമ്മൾ മനസ്സിലാക്കുന്ന മഹാനായ ഇമാമുൻ നവവി, ആ ഇമാമുൻ നവവി റളിയല്ലാഹു അൻഹു ഖുതുബാണ് എന്നതിൽ ആ രംഗത്തറിയപ്പെടുന്ന മഹത്തുക്കൾക്ക് ആർക്കും സംശയമില്ല. നമ്മുടെ ത്വരീഖത്തിന്റെ പണ്ഡിതന്മാരാരെങ്കിലും ഇമാം നവവി ഖുതുബാണ് എന്ന നിലയ്ക്ക് വിവരിക്കാറുണ്ടോ? ഇല്ല. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഉള്ളിന്റെ ഉള്ളിലെ കെടുമ്പ് നമ്മൾ അവിടെ മനസ്സിലാക്കണം. അവർ മനസ്സിലാക്കുന്ന ചില റൂട്ടുണ്ട്, ആ റൂട്ടിലുള്ളവരെ അവർ മനസ്സിലാക്കുള്ളൂ. ഇമാമുൻ നവവി റളിയല്ലാഹു അൻഹു തങ്ങളവറുകൾ ഖുതുബാണ് എന്നാണ് മഹത്തുക്കളായിട്ടുള്ള ആളുകൾ പറയുന്നത്. ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു തങ്ങളവറുകളെ ഷെയ്ഖ് സ്വാലിഹുൽ മുർരി, ഔലിയാക്കന്മാരിൽ ത്വരീഖത്തുകാർക്ക് നിഷേധിക്കാൻ കഴിയാത്ത വലിയ ആരിഫായ വലിയാണ് സ്വാലിഹുൽ മുർരി. സ്വാലിഹുൽ മുർരി എന്ന മഹാൻ പറയുന്നു, അദ്ദേഹം ഉറങ്ങുമ്പോൾ വലിയ പതാക കൊടിമരങ്ങളൊന്നായിട്ട് തോരണങ്ങൾ നല്ലൊരു ദുടി മുട്ടിയിട്ട് ഇങ്ങനെ കൊട്ടിപ്പാടുന്നു. നല്ലൊരാഘോഷം. ഈ ആഘോഷം കണ്ടപ്പോൾ എന്താപ്പോ ഒരാഘോഷം, എന്താപ്പോ ഒരാഘോഷം എന്ന് ഞാൻ ചോദിച്ചു. അന്നേരം പറഞ്ഞു, അല്ലൈലത തഖത്തബൻ നവവി, നവവി റളിയല്ലാഹു അൻഹു ഖുതുബായിരിക്കുന്നു, അതിൻ്റെ ആഘോഷമാണ്. ആലമുൽ മലക്കൂത്തിൽ, ആലമുൽ ഗൈബിൽ, റിജാലുൽ ഗൈബിൽപ്പെട്ട മഹാന്മാരുടെ അധ്യക്ഷ പദവിയിലേക്ക് നിലവിലിരുന്ന ആള് പോയപ്പോൾ, അള്ളാഹു അവന്റെ ലോകത്തേക്ക് കൊണ്ടുപോയപ്പോൾ പകരം നവവി റളിയല്ലാഹു അൻഹുവിനെ അള്ളാഹു തആല അവരോധിച്ചു. ഈ അവരോധിച്ചതിന്റെ ആഘോഷമാണ് റിജാലുൽ ഗൈബിൽ, ആലമുൽ മലക്കൂത്തിൽ. ഇതനുഭവപ്പെട്ട സ്വാലിഹുൽ മുർരി ഔലിയാക്കളിൽ മഹാനാണ്, ആരിഫീങ്ങളിൽ മഹാനാണ്. അദ്ദേഹം ഇത് അനുഭവപ്പെട്ടപ്പോ അദ്ദേഹത്തിന് വലിയ സന്തോഷം. മശ്റഫിയ മദ്രസയിൽ ഡമാസ്കസിൽ മുദരിസായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഇമാമുൻ നവവി, മുദരിസാണ്, ഗ്രന്ഥകർത്താവാണ്. നേരം വെളുത്താ ദർസ്, ആ ദർസുമായി ജീവിക്കുന്ന കേവലം മുദരിസ്. അന്നത്തെ ആളുകളും അദ്ദേഹത്തെ അങ്ങനെ വിചാരിക്കുന്നുള്ളൂ. ത്വരീഖത്തിന്റെ പണ്ഡിതന്മാരും അദ്ദേഹത്തെ അങ്ങനെ വാഴ്ത്താറുള്ളൂ. ആ മഹാനായ മഹാനവർകൾ തന്റെ അഷ്റഫിയ മദ്രസയിൽ ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടത്ത് പോയി ഞാൻ കണ്ട ഈ വിവരമൊന്ന് അദ്ദേഹത്തെ അറിയിക്കണം, ആലോചിക്കണം എന്ന് കരുതിയിട്ട് ഞാൻ പോകുമ്പോ അദ്ദേഹത്തിന്റെ ചുറ്റും ആളുകളാ. അപ്പൊ എങ്ങനെയാപ്പാടെ ചെല്ലുക, എങ്ങനെ ഈ രഹസ്യം പറയാൻ എനിക്ക് പ്രയാസം. അന്നേരം എന്നെ കണ്ടപാടെ അദ്ദേഹം ആ ആൾക്കൂട്ടത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നു എൻ്റെ അടുത്തേക്ക്. എന്നോട് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇന്നലെ കണ്ടത് ആരോടും മിണ്ടരുത്. ഇന്നലെ നിങ്ങൾ കണ്ടതൊരു ഒറ്റ കുട്ടിനോട് മിണ്ടരുത്, ഒരു കുട്ടിനോട് മിണ്ടരുത് എന്ന് മൂപ്പര നിർദ്ദേശം. നിവർത്തില്ലല്ലോ, ഇതാണ് ഖുതുബ്. ഒരൊറ്റ കുട്ടിനോട് ഞാൻ ഇന്നലെ നിങ്ങൾ കണ്ടത് മിണ്ടരുത് എന്നാ. ഇന്നലെ അദ്ദേഹം കണ്ടു എന്ന് എങ്ങു നിന്നോ ചെല്ലുന്ന സ്വാലിഹുൽ മുർരി കണ്ടത് നബി ഇമാം അറിയുകയാണ്. കാരണം അധ്യക്ഷനറിയാം ആ അധ്യക്ഷന്റെ വേദിയിലിരിക്കുന്ന വിലമാക്കന്മാരും ഔലിയാക്കളും ആരാണെന്ന്. ആ ഔലിയാക്കളിൽ കണ്ടവരെ ഇതിൽ ഉൾപ്പെടൂ. സ്വാലിഹുൽ മുർരി അതിലൊരംഗമാണ്. ഈ അംഗം കണ്ടത് ആ അംഗത്തെ ശരിക്കും അറിയുന്ന അധ്യക്ഷൻ എഴുന്നേറ്റ് എന്ന് പറയാ, നിങ്ങൾ ആരോടും മിണ്ടരുത് കേട്ടോ, അതുകൊണ്ട് ഒറ്റ കുട്ടിയോടും മിണ്ടരുത് എന്നാണ്. അദ്ദേഹം മിണ്ടിയതുമില്ല. അദ്ദേഹം വഫാത്തായ ശേഷം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഇമാം നവവിയുടെ ശിഷ്യൻ ഇബ്നുൽ അത്വാർ എന്നവർ, അദ്ദേഹം ഇത് രണ്ടും വീക്ഷിക്കുകയാണ്. അദ്ദേഹം ചോദിച്ചു, അന്ന് നിങ്ങൾ വരുമ്പോൾ എന്താണ് ശൈഖ് അവർകൾ അങ്ങവിടെ നേരെ വന്നിട്ട് കാതിൽ പറഞ്ഞത്, എന്താ സംഭവം? അദ്ദേഹം പറഞ്ഞതുകൊണ്ടാണ് ബഹുമാനപ്പെട്ടവർ ഇതറിഞ്ഞത്. ലോകം അദ്ദേഹത്തിൽ നിന്നാണ് ഈ സംഭവം അറിഞ്ഞത്. നമ്മൾ തീർച്ചയായും വിവരിക്കുന്നു. മഹാനായ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നു, ഇമാമുൻ നവവി തങ്ങൾ ഈ ലോകത്തിൽ നിന്ന് വേർപ്പെട്ടിട്ടില്ല. ഹത്താ തഖത്വബ, തന്റെ തുഹ്ഫയിൽ തന്നെ അദ്ദേഹം വിവരിക്കുന്നു, ഹത്താ തഖത്വബ, ഇമാമുൻ നവവി ഖുതുബായ ശേഷമാണ് ഇവിടെ നിന്ന് വേർപ്പെട്ടത്. ഖുതുബായിരുന്നു അദ്ദേഹം. എത്ര ദിവസമാണെന്നറിയില്ല. അങ്ങനെയാ